നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സകലങ്ങളുടെയും സൗഭാഗ്യങ്ങളുടെയും മറുപടമായ ദൈവമേ, അങ്ങയോടെയും അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തോടെ ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരരെ, യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം ഗുരു ആശീർവദിച്ചാലും. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരുമായിരിക്കുവേൻ. വചനം കേൾക്കുകയും അത് അനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ തൻ്റെ മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യന് സദൃശനാണ്. അവൻ തന്നെ നോക്കിയിട്ട് കടന്നു പോകുന്നു. താൻ എങ്ങനെ ഇരിക്കുന്നെന്ന് ഉടൻ തന്നെ വിസ്മരിക്കുകയും ചെയ്യുന്നു. കേട്ടത് മറക്കുന്നവനല്ല, പ്രവർത്തിക്കുന്നവനാണ് പൂർണ്ണമായ നിയമം, അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ നിയമം സൂക്ഷ്മമായി ഗ്രഹിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നത്. തൻ്റെ പ്രവൃത്തിയിൽ അവൻ അനുഗ്രഹീതനാകും. താൻ ദൈവാരാധകനാണെന്ന് ഒരുവൻ വിചാരിക്കുകയും തൻ്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവൻ്റെ ദൈവാരാധന വ്യർത്ഥമത്രേ. പിതാവായ ദൈവത്തിന് മുൻപിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ആരാധന ഇതാണ്: അനാഥരെയും വിധവകളെയും അവരുടെ ഞെരുക്കങ്ങളിൽ സന്ദർശിക്കുക, ലോകത്തിൻ്റെ കരയേശാതെ തന്നെ കാത്തു സൂക്ഷിക്കുക. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്നാൽ ആ ക്ലേശങ്ങൾക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ അതിൻ്റെ പ്രകാശം തരുകയില്ല, നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് നിപതിക്കും, ആകാശശക്തികൾ ഇളകുകയും ചെയ്യും. അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. അപ്പോൾ അവൻ ദൂതന്മാരെ അയക്കും. അവൻ ഭൂമിയുടെ അതിർത്തികൾ മുതൽ ആകാശത്തിൻ്റെ അതിർത്തികൾ വരെ 4 ദിക്കുകളിൽ നിന്ന് അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും. അത്തിമരത്തിൽ നിന്ന് ഒരു ഉപമ പഠിക്കുവിൻ. അതിൻ്റെ കൊമ്പുകൾ ഇളതായി തളിർക്കുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുമ്പോൾ അവൻ സമീപത്ത് വാതിൽക്കലെത്തിയിരിക്കുന്നെന്ന് ഗ്രഹിച്ചുകൊള്ളുക. ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, ഇവയെല്ലാം സംഭവിക്കുന്നത് വരെ ഈ തലമുറ കടന്നു പോവുകയില്ല.
ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. My dearly beloved brothers, sisters and children in Jesus Christ, it gives me great joy to celebrate this Holy Kurbana with your own Bishop Camilo Balin, and many of the fathers who are working here, and especially your own parish priest, Father Jose Nirapil, and Father Vicar General, Father Matthews, and in a large congregation of yours. This is a church given to us, Bishop Camilo told me on our way to here, that by the Kuwaiti oil company, it was given so that the workers here who are Christians could celebrate their Holy Kurbana and other sacraments here. And that generosity continues, and that is why we could assemble here, and you are assembling on different occasions in the week. I thank the Lord for this gift of this church through that oil company to our Catholic community here. I appreciate the way today's celebrations have been organized by our beloved parish priest and also by Father Jose and all of you who have helped in this organization. You see, it is a God-given day both for me and for you. When I came over here, I saw many faces whom I have seen earlier, who have passed through the humble ministry which I could do as a priest. For example, Mr. Biju, who is now serving as the server of the Mass, he was a boy in the first parish where I served. At that time, he was a little naughty. Some say that he is still naughty. No, I will not agree to that. He is very much now given to the life of the church, and he likes to be always to be near the worship and so on. Then also he used to do that. And then I saw the brother-in-law of the priest who is chancellor in my archdiocese. I saw another boy of Tamil Nadu in my own first diocese of Thakalai, who became an engineer, and who is here, Sendil Kumar. And today I hear that our Simon, the Eucharistic minister, is celebrating his 60th birthday. All these things, some of others also have their own occasions in life which is to be remembered. Anyway, during this Holy Kurbana, I will be taking all your intentions and also the intentions of all the parishioners, because there are also other communities here in this parish, so that God may bless all of us through this Eucharistic celebration. In the Holy Gospel, what we heard are the signs of the last times when the Lord comes at the second time. You see, the signs mentioned are those which manifest the end of this world and the birth of a new world. You may think that it is something only to happen at the end. Of course, first and foremost, the message of that passage is regarding the last times or the eschatological times. But it has a present message also. മലയാളത്തിൽ പറഞ്ഞാൽ
എല്ലാ ദൈവവചനത്തിനും ഒരു ആനുകാലിക അർത്ഥമുണ്ട്, അതുപോലെ തന്നെ ഒരു അനന്തരകാല അർത്ഥവുമുണ്ട്. ആനുകാലിക അർത്ഥമെന്ന് പറഞ്ഞാൽ ദ മീനിങ് ഫോർ ദ പ്രസൻറ്റ്, ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന സമയത്തിനുള്ള അർത്ഥം. അനന്തരകാല അർത്ഥം എന്ന് പറഞ്ഞാൽ പിന്നീട്. അപ്പോൾ ഇന്നത്തെ തിരുവചനത്തിൻ്റെ അനന്തരകാല അർത്ഥം അവസാനം നടക്കാനിരിക്കുന്ന, പക്ഷേ അവസാനം നടക്കാനിരിക്കുന്നതിനോടൊപ്പം നമ്മുടെ ഓരോ ദിവസത്തിലെ ജീവിതത്തിലും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് സംഭവിച്ചുകൊണ്ടിരിക്കുക. പല പ്രാവശ്യം വന്നിട്ടും കർത്താവിനെ കാണാത്തവരുണ്ട് കേട്ടോ. നിങ്ങളുടെ ഇടയിലല്ല, ഉണ്ടാകാം. അപ്പോൾ വരുന്ന കർത്താവിനെ സ്വീകരിക്കുക, നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന കർത്താവിനെ. ഇവിടെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ലോകാവസാനം പോലുള്ള ഒരു വരവ് കർത്താവ് വന്നായിരുന്നു. അപ്പോൾ അന്ന് ഇവിടെ ഉണ്ടായിരുന്നവരിൽ കുറേ പേരെല്ലാം നാട്ടിലേക്ക് ഓടിപ്പോയി, പിന്നെ തിരിച്ചു വന്നവരുമുണ്ട്. ഇറാഖി യുദ്ധത്തെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതൊരു ലോകാവസാനം പോലായിരുന്നു. ഈ കാണുന്ന ഓയിൽ ഫീൽഡ്സിലെല്ലാം തീ കത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ടെലിവിഷനിലൊക്കെ കണ്ടതാണ്. നിങ്ങളതിൻ്റെ അടുത്തൊക്കെ ഇപ്പം താമസിക്കുന്നു. പക്ഷെ ഭയപ്പെടേണ്ട, ഇനി അങ്ങനെയൊന്നും ഉണ്ടാകുകയില്ല. കാരണം ഇറാഖികളെ കൂടുതൽ ബുദ്ധിമാന്മാരും ബുദ്ധിമതികളുമായിട്ടുണ്ടെന്നാണ് നമ്മുടെ ധാരണ. ഏതായാലും ഞാൻ പറയുന്നത്, ലോകാവസാനത്തിലേതുപോലെയുള്ള സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ആ സംഭവങ്ങളിലൂടെയെല്ലാം കർത്താവാണ് നമ്മളെ സന്ദർശിക്കുന്നതെന്ന് നാം അറിഞ്ഞിരിക്കണം. കം വാട്ട് മേ, ഇറ്റ് ഈസ് അലൗഡ് ബൈ ഗാഡ് so that we may meet him with a deep meaning. കൂടുതൽ ആഴമായ ഒരർത്ഥത്തോടുകൂടി കർത്താവിനെ കണ്ടെത്തുവാനും അവിടുത്തെ കേൾക്കുവാനും അവിടുത്തെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാനുമുള്ള ഒരവസരമായിട്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങളെ കാണണം. ഞാനിപ്പോൾ വന്നപ്പോൾ I met with a family, and the second child of that family has a little breathing problem after having come here. There was something, but it is aggravated a little. So the parents are little worried about it. But they should take it as an occasion to see how God visits them in this particular situation. So every obstacle is to be overcome by our own effort and by the grace of God. You see, life is almost like a hop, step and jump. And that is, the hop step is to be done in our lives. That is today's gospel's message. And Prophet Isaiah says that you will be taken out of your hidden realities and the Lord will come to protect you. He speaks about the Israel, and we are the new Israel who are being protected by God in a very special way in this world. And you know, there are so many communities, or religious communities, who really are astonished by the advantages of a Christian community. Sometimes it creates jealousy also. In India, I know I have met with people who many a time have told me about the blessings that a Christian community or a Christian church enjoy in this world. One day, one Nambudiri, one Brahmin, while I was traveling in the train, he came to me and said, "You look like a bishop." I said, "Yes, I am one. I was the bishop of Takkale." And then he said, "Tirumeni, ningal etrayo bhagyapettavar." I asked why. Because you have bishops, priests, religious, very good family system, praying people, all who obey the bishop and the priest. അല്ലാത്തൊരു ഉണ്ടെന്ന് നമുക്കറിയാം, പക്ഷേ. And he was telling like that. And what a kind of unity is there. The communion.
Then I asked, yes, by the grace of God we have it. It is not our merit. It all came through Jesus Christ. Yes, I am really adoring Jesus, he said. With all the gods of Hinduism, I adore also Jesus Christ. And then I simply said, of course, Jesus Christ, specificity, the special message and the special witness of Jesus Christ is really our treasure. Treasure. You know that Jesus said 2 parables in just one breath. ഒരൊറ്റ ശ്വാസത്തിൽ പറഞ്ഞതുപോലെ 2 ഉപമകളുണ്ട് സുവിശേഷത്തിൽ. ഒന്ന് വയലിൽ ഒളിഞ്ഞിരിക്കുന്ന നിധിയെക്കുറിച്ചുള്ളതാണ്. അത് കണ്ടെത്തുന്നവൻ ചെയ്യുന്ന എന്നാണെന്നറിയാമോ? ആ ചെന്ന് ആ നിധി കുഴിച്ചെടുത്തുകൊണ്ട് പോകാമെന്നല്ല അവൻ വിചാരിക്കുന്നത്. അവൻ ആ വയൽ മുഴുവൻ വാങ്ങിച്ച് കളയാമെന്നാണ് വിചാരിക്കുന്നത്. അതിനെന്ത് ചെയ്യുന്നു? തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് ആ വയൽ മുഴുവൻ വാങ്ങിച്ചിട്ട് നിധി സ്വന്തമാക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ സഭയെ സ്വന്തമാക്കണം. സഭയുടെ നാഥനായ ഈശോയെ സ്വന്തമാക്കണം. അതിനുള്ളിലാണ് നമുക്ക് നിധി ഇരിക്കുന്നത്. സഭാ സമൂഹത്തിൽ ഇതുപോലെ നമ്മൾ സമ്മേളിക്കണം. സഭാ സമൂഹമില്ലാതെ നമുക്കൊരു അന്തസ്സില്ല. 49 ആദിമ ക്രൈസ്തവർ അന്നത്തെ പാലസ്തീനയുടെ പ്രാന്തപ്രദേശങ്ങളിൽ കർത്താവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം സമ്മേളിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് നൂറ്റാണ്ടില്ല. അപ്പോൾ ചക്രവർത്തിയുടെ കൽപ്പനയുണ്ട്, ആരും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ പാടില്ല, അതിൻ്റെ പേരിൽ ഒന്നിച്ചു കൂടാനും പാടില്ല. ഇവർ 49 പേർ ഒരുമിച്ച് കൂടിയിട്ട് കുർബാന അർപ്പിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഭടന്മാർ കണ്ടുപിടിച്ച് ഒളിസങ്കേതത്തിൽ വന്നതിന് ശേഷം ചോദിച്ചു, വാട്ട് ആർ യു ഡൂയിങ്? ചക്രവർത്തിയുടെ കൽപ്പനയുണ്ടെന്ന് അറിഞ്ഞുകൂടെ? ഉടനെ അവർ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഞങ്ങൾക്ക് ഈ ഞായറാഴ്ച സമ്മേളനമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. We cannot live without this Sunday worship. So come what may, we will do it. All the 49 were massacred and they are venerated as the martyrs of the early church. You see how much they paid for the faith in Jesus Christ. നിങ്ങൾ കേട്ടിട്ടില്ലേ ദേവസഹായം പിള്ളയെ പറ്റി? അദ്ദേഹത്തിൻ്റെ നാട്ടിലായിരുന്നു ഞാൻ 14 വർഷം ഒരു ബിഷപ്പായിട്ട്. ഈ ദേവസഹായം പിള്ള ഒരു നീലകണ്ഠ പിള്ളയായിരുന്നെന്നൊക്കെ നിങ്ങൾക്കറിയാമായിരിക്കും, ചിലർക്കെങ്കിലും അറിയാം. അപ്പോൾ ഈ നീലകണ്ഠ പിള്ള ഡച്ചുകാർ ഇന്ത്യ കീഴടക്കാൻ വന്നപ്പോൾ, അത് നിങ്ങൾക്കറിയാവുന്നതുപോലെ കന്യാകുമാരി പ്രദേശത്താണ് അദ്ദേഹം വന്നത്. കുളച്ചൽ യുദ്ധം, മാർത്താണ്ഡവർമ്മ അവരെ തോൽപ്പിച്ചിട്ട് വന്നവരിൽ ഒരു കൂട്ടരെ മാത്രമേ നമുക്ക് തോൽപ്പിക്കാൻ സാധിച്ചുള്ളൂ. ബാക്കിയുള്ളവർ നമ്മളെ കുറച്ച് കാലത്ത് തോൽപ്പിച്ചു. അപ്പോൾ ഈ തോൽപ്പിച്ച ഡച്ചുകാരുടെ ക്യാപ്റ്റൻ്റെ പേര് ഡിലനോയി എന്നായിരുന്നു. ഈ ഡിലനോയിയെ തടവുകാരനായിട്ട് പിടിച്ച ഒരു വലിയ കോട്ടയ്ക്കുള്ളിലാക്കിയതിന് ശേഷം നമ്മുടെ പട്ടാളക്കാരെ എന്ന് വെച്ചാൽ ഇന്ത്യക്കാരുടെ കേരളക്കാരുടെ പട്ടാളക്കാരെ പഠിപ്പിക്കാൻ ഏൽപ്പിച്ചു. അപ്പം നമ്മുടെ പട്ടാളക്കാരിൽ ഒരുവനെ ഡിലനോയി ക്രൈസ്തവനാക്കി, മാമോദിസ മുക്കി. അദ്ദേഹമല്ല മുക്കിയത്, ഒരു ജസ്യൂട്ട് വൈദികനാണ് മുക്കിയത്. ഇതറിഞ്ഞ ഏതാനും ഹൈന്ദവ സഹോദരന്മാർ പട്ടാളത്തിൽ ബഹളമുണ്ടാക്കി രാജാവിൻ്റെ അടുത്ത് ചെന്നു. ഇദ്ദേഹത്തെ വധിക്കാൻ ഏകദേശം പീലാത്തോസിനെ പോലെ നമ്മുടെ രാജാവ് മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു, വധിച്ചു. അപ്പോൾ വധിക്കാൻ കൊണ്ടുപോകുമ്പോഴത്തേക്ക് അദ്ദേഹത്തോട് പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിനെ നിഷേധിക്കുകയാണെങ്കിൽ വധശിക്ഷയിൽ നിന്ന് നിങ്ങളെ മാറ്റിയെടുക്കാമെന്ന് പറയും. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കുരലെന്ന് തമിഴിൽ പറഞ്ഞാൽ നമ്മുടെ ഈ കണ്ഠനാളമാണ്, ഇവിടെ ജീവനുള്ളിടത്തോളം കാലം അത് നടക്കുകയെന്ന് പറഞ്ഞു. നോക്കുക, ഒരു പുതുതായി വിശ്വാസത്തിലേക്ക് വന്ന നമ്മുടെ ദേവസഹായം പിള്ളയുടെ, നീലകണ്ഠ പിള്ളയ്ക്ക് മാമോദിസ സ്വീകരിച്ചപ്പോൾ കിട്ടിയ പേരാണ് ദേവസഹായം പിള്ള. ആ ദേവസഹായം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലാസർ എന്നാണ്. തമിഴ്നാട്ടുകാരെല്ലാം തമിഴാക്കിയിട്ടേ പറയത്തുള്ളൂ പ്രവർത്തിക്കത്തുള്ളൂ എന്ന് നമുക്കറിയാമല്ലോ. അപ്പോഴങ്ങനെയുള്ള രീതിയിൽ ലാസറിനെ അവർ ദേവസഹായമാക്കി. ആ ദേവസഹായം പിള്ളയുടെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് ഇപ്രകാരമുള്ള ഒരു ആവേശത്തോടു കൂടിയാണ് നിങ്ങൾ ഈ നാട്ടിൽ ജീവിക്കുന്നതെന്നറിയുമ്പോൾ ഐ ആം റിയലി ഹാപ്പി.
I thank you and I praise you and I appreciate your witness of faith. ഇത് നിങ്ങൾ തുടരണം. നമ്മുടെ വിശ്വാസത്തിൻ്റെ വശങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. വിശുദ്ധ കുർബാന, മറ്റ് കൂദാശകൾ, വിശ്വാസ പരിശീലനം, അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലെ പ്രാർത്ഥന, കുടുംബ കൂട്ടായ്മകൾ, നമ്മുടെ തിരുനാളാഘോഷങ്ങൾ, നമ്മുടെ പള്ളിയിലെ കൈക്കാരൻ സിസ്റ്റം, പള്ളി കമ്മിറ്റി, പൊതുയോഗം, ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഇപ്പോൾ എല്ലാം ഒന്നും ഇവിടെ പറ്റുകയില്ല എന്ന് വരികിലും ഇവയെല്ലാം നമ്മുടെ സഭയാക്കുന്ന ഘടകങ്ങളാണ്. നമ്മുടെ നോയമ്പ്, ഉപവാസം, ഇവിടെ കുവൈറ്റിൽ വന്നതിന് ശേഷം ചിലരൊക്കെ ഉപവാസവും നോയമ്പ് ഉപേക്ഷിച്ചെന്ന് എനിക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നോയമ്പ്, ഉപവാസം, തിരുനാളുകളുടെ ആഘോഷം, ഇതെല്ലാം നാം ആക്കി തീർക്കുന്ന വിശ്വാസത്തിൻ്റെ ഘടകങ്ങളാണ്. പ്രിയമുള്ളവരെ, ഇത് നാം പാലിക്കണമെന്നാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. അത് പാലിക്കാനുള്ള സകല സന്ദർഭങ്ങളുണ്ട്. ഈ ദേവാലയത്തിൽ വന്നപ്പോൾ ഏകദേശം കത്തീഡ്രലിൽ വന്നതുപോലെ, എന്നാൽ അതിലുപരിയായിട്ട് എനിക്കൊരു സന്തോഷം കൂടുതലായിട്ടുണ്ടായി. എന്താണെന്നറിയാമോ? ഇവിടെ നമ്മുടെ വിശുദ്ധ കുർബാന അർപ്പണത്തിന് യോജിച്ച ഒരു സംവിധാനമുണ്ട്. മധുബഹ നല്ലതുപോലെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. മാതാവാണെങ്കിൽ ദ ക്യൂൻ ഓഫ് അറേബ്യ ഈസ് പ്രിസൈഡിങ് ഓവർ ദയർ വിത്ത് ചൈൽഡ് ജീസസ്. ആൻഡ് ഈ മധുബഹ എന്ന് പറഞ്ഞാൽ വിശുദ്ധ സ്ഥലമാണ്. നമ്മുടെ സഭയുടെ പാരമ്പര്യത്തിൽ അത് സ്വർഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന സ്ഥലമാണ്. നമ്മൾ ഈ ഇരിക്കുന്ന ഈ സ്ഥലം ഹൈക്കല, അല്ലെങ്കിൽ ഇത് ഭൂമിയെ പ്രതിനിധാനം ചെയ്യുന്നു. വിശുദ്ധ കുർബാനയിൽ ഭൂമിയും സ്വർഗവും ആശ്ലേഷിക്കുകയാണ്. ഭൂമിയിലുള്ളവർ സ്വർഗവാസികളുമായിട്ട് ഒന്നിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് സ്വർഗത്തിൽ നിന്ന് വന്ന ദൈവപുത്രൻ്റെ തിരുശരീര രക്തങ്ങളുടെ അർപ്പണത്തിലൂടെ നമ്മളെ സ്വർഗീയരാക്കി നമ്മൾ മാറ്റുന്ന ഒരനുഭവമാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ട് ഈ പള്ളിക്കകത്ത് കയറി കഴിയുമ്പോൾ നിങ്ങൾ പല വിചാരങ്ങളെല്ലാം വിട്ടുകളയണം. തൽക്കാലത്തേക്കെങ്കിലും സ്വർഗത്തിലാണെന്ന് ഓർക്കണം. കുറച്ചുപേർ അവിടെ അഴികൾക്കുള്ളിൽ ശുദ്ധീകര സ്ഥലത്തിലുണ്ട്. ഏതായാലും നമ്മുടെ ഈ സഭാപരമായ അനുഭവം നമുക്കൊന്ന് ചേർന്ന് അനുഭവിക്കാനായിട്ട് സാധിക്കുന്ന ഒരവസരമാണ്. അതുപോലെ തന്നെ കൂദാശകൾ. ഞാനിവിടെ വന്നപ്പോൾ ജോസ് നരപ്പലച്ചോണ്ട് ചോദിച്ചു, അച്ഛൻ ഓടി വരികയായിരുന്നു. അപ്പോഴച്ഛൻ ഞങ്ങളെല്ലാവരും എന്തോ ഒക്കെ കുടിച്ചു, വെള്ളം കുടിച്ചു, ചിലർ ജ്യൂസ് കുടിച്ചു. ആ സന്ദർഭത്തിൽ അച്ഛൻ പറഞ്ഞു, അച്ഛനൊന്നും വേണ്ട എന്ന്. എന്താ അച്ഛനൊന്നും വേണ്ടാത്തെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു, ഞാൻ ഇതുവരെയും കുമ്പസാരക്കൂട്ടിലായിരുന്നു. അപ്പോൾ ആ കൂദാശ പരികർമ്മം ചെയ്തപ്പോൾ തന്നെ അദ്ദേഹത്തിന് സംതൃപ്തിയായി. അപ്പോൾ ഈ സംതൃപ്തി വൈദികനും ഉണ്ടാകണം, ദൈവജനത്തിനും ഉണ്ടാകണം. ദിസ് കൈൻഡ് ഓഫ് സ്പിരിച്വൽ സാറ്റിസ്ഫാക്ഷനാണിത്. അത് നമുക്കുണ്ടാകണം. ഈയിടെ പരിശുദ്ധ പിതാവ്, ഈയിടെ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ വന്ന ദിവസം പരിശുദ്ധ പിതാവ് ഒരു പ്രസംഗം അവിടെ വത്തിക്കാനിൽ നടത്തി. ആ പ്രസംഗത്തിൽ പരിശുദ്ധ പിതാവ് ഒരു നല്ല ഉപമ പറയുന്നുണ്ട്. അച്ഛന്മാരോടാണ് പറയുന്നത്. ആ ഉപമ വളരെ ഗ്രാമീണമായിട്ടുള്ള ഒരു ഉപമയാണ്. നമ്മൾ സാധാരണ അച്ഛന്മാരും മെത്രാന്മാരും പറയുന്ന ഒരു ഉപമയല്ല. പിതാവ് പറഞ്ഞത് ഇതാണ്: നിങ്ങൾ കുഞ്ഞാടുകളെ പോലെ അല്ലെങ്കിൽ പശുക്കിടാക്കളെ പോലെ പശുക്കളെ സമീപിക്കുന്നവരാകണം. എന്തിനാ? കുടിക്കാൻ. അപ്പം മുല കുടിക്കാൻ ചെല്ലുമ്പോൾ ചില പശുക്കൾ ഉടനെ പാൽ കൊടുക്കുകയല്ല, പാല് ചുരത്തുകയല്ല. നിങ്ങൾക്കറിയാം, ഇവിടെ പശുവൊന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്കറിയത്തില്ല. അപ്പോഴങ്ങനെ അപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്യുമെന്നറിയാമോ? നിങ്ങൾക്കറിയില്ല. അതിൻ്റെ മൂക്കുകൊണ്ടും എല്ലാം ഇട്ട് ഇങ്ങനെ അകിട്ടിൽ ഇടിച്ചുകൊണ്ടിരിക്കും. അപ്പോഴേക്ക് പരിശുദ്ധ പറയുക, നിങ്ങളങ്ങനെ ആയിരിക്കണമെന്ന്. സഭയിൽ ചെന്ന് ഇടിച്ചുകൊണ്ടിരിക്കണം. സഭയിൽ ഇടിക്കണം, വചനം കേൾക്കാൻ, കൂദാശ സ്വീകരിക്കാൻ, കുമ്പസാരക്കൂട്ടിൽ, അതുപോലെ ഇങ്ങനെയുള്ള സ്ഥലത്തെല്ലാം ചെന്ന് ഇടിച്ചുകൊണ്ടിരിക്കണം. ചില അച്ഛന്മാർ സഭയുടെ പേരിൽ ഉടനെ പാല് തരികയില്ല. അപ്പോൾ എന്നാലും ഇടിച്ചുകൊണ്ടിരിക്കണമെന്നാണ് പറയുന്നത്. അച്ഛന്മാരോട് പറഞ്ഞു, കഴിവതും വേഗം കൊടുത്തേക്കണം പാലെന്ന്. ഇതാ ഞാൻ പറയുന്നത്. സാധാരണ പറയാത്ത ഒരു ഉപമ, പക്ഷേ വളരെ നല്ലൊരു ഉപമ. എനിക്കിഷ്ടപ്പെട്ടു. പരിശുദ്ധാവിൻ്റെ കെയർ ഓഫിലായതുകൊണ്ട് എനിക്കത് പറയാനും പറ്റും. അപ്പോൾ അങ്ങനെ പരിശുദ്ധതാവ് പറഞ്ഞ പോലെ സഭയിൽ സമ്മേളിച്ച് സഭയിൽ നിന്ന് പാല് കുടിക്കാനായിട്ട് സദാ സന്നദ്ധരായിരിക്കണം നമ്മൾ. സഭയിലെ ശുശ്രൂഷകർ പാല് കൊടുക്കാനും സന്നദ്ധരായിരിക്കണം. ഇവിടെയുള്ള അച്ഛന്മാർ, പിതാവിൻ്റെ കാര്യം പറയേണ്ടതില്ല, എല്ലാവരും അതാണല്ലോ അച്ഛനെ കുറേയേറെ നേരം കുമ്പസാരം കൂട്ടിയിരുന്നത്. ഏതായാലും ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നിങ്ങളിവിടെ വന്നിട്ട് നിങ്ങൾ ഓയിൽ മാത്രമല്ല കുടിക്കുന്നത്, സഭയുടെ
എല്ലാവിധ അനുഗ്രഹങ്ങളും നിരന്തരമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നോട് ആരാണ്ട് പറഞ്ഞു, ഞാൻ വിശ്വസിച്ചിട്ടില്ല, നമ്മുടെ വികാരി ജനാളച്ചൻ തന്നെയാണ് പറഞ്ഞത്, ഇവിടെ ഇത്രയും പച്ച മരങ്ങളൊക്കെ വളരുന്നല്ലോ, അതെങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു, ഇവിടുത്തെ മരങ്ങൾക്കൊക്കെ വെള്ളത്തിന് പകരം ഓയിൽ മതിയെന്ന്. വികാരി ജനറലല്ല, പരിശുദ്ധാവ് പറഞ്ഞാലും അത് വിശ്വസിക്കാൻ പറ്റുമോ? ഏതായാലും അദ്ദേഹം പറഞ്ഞതാണ്. അയാൾ ഇനിയും മറ്റുള്ളവരോട് ചോദിച്ച് ഞാൻ മനസ്സിലാക്കിക്കൊള്ളാം. ഏതായാലും നിങ്ങളിവിടെ ഇവിടുത്തെ ഈ നല്ല അനുഭവങ്ങൾ മാത്രമല്ല,